നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പാർത്ഥ, വളരെ രസകരമായ ഒരു കാര്യമാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് CPM-ലെ പ്രമുഖ നേതാവ്, മുതിർന്ന നേതാവ് ജോൾസിനെ കാണാൻ പോയി. ഇതാണ് വിഷയത്തിന് ആധാരം. അപ്പോൾ അണികളിൽ പലരും ഇതിനെതിരെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ഈ വിമർശനം ഉന്നയിക്കുന്നത് നിങ്ങൾക്ക് പോകാമോ, ഞങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ള ഒരു ഫ്രസ്ട്രേഷൻ ആണോ, അതോ ഇനി ഇത് ആദർശത്തിന് എതിരായത് കൊണ്ടാണോ എന്ന്? ഇത് ആദ്യമായിട്ടല്ല CPM നേതാക്കൾ ജോൾസിനെ കാണാൻ പോകുന്നതും അമ്പലങ്ങളിൽ പോകുന്നതും ശത്രു സംഹാര പൂജ നടത്തുന്നതും ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മൾ തന്നെ മുന്നൊരു ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഇത് ഇലക്ഷൻ സ്വരാജ് ജയിക്കോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ജോൾസിനെ കാണാൻ പോയ സംഭവം നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. അതിന് മുന്നേ വേറൊരു ഇലക്ഷനും ഇതേപോലെ തന്നെ ജോൾസിനെ കാണാൻ പറ്റും. ഇവർക്ക് ഇതിലൊക്കെ വിശ്വാസം ഉണ്ടോ? ദൈവമേ ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഈശ്വര വിശ്വാസികൾ എന്ന് പറയുന്നത് വിശ്വാസികളെക്കാൾ കൂടുതൽ ഈശ്വര വിശ്വാസം ഈ അവിശ്വാസികൾ എന്ന് പറയുന്നത്, അവരാണ് മറ്റുള്ളവരെക്കാളും കൂടുതൽ സമയം ദൈവം ഇല്ല എന്ന് പറയുന്നത്. അപ്പൊ ഈ ദൈവം എന്ന വാക്ക് കൂടുതൽ ഉപയോഗിക്കുന്നത് വിശ്വാസികളല്ലാത്തവരാണ് എന്നാണ് പൊതുവെ പറയാറുള്ളത്. വളരെ കോമഡിയാണ് കാര്യങ്ങൾ എന്ന് പറയാം. കാര്യം പയ്യന്നൂരെ ഏറെ പ്രശസ്തനായിട്ടുള്ള ഒരു ജ്യോതിഷനാണ് പയ്യന്നൂർ മാധവ പൊതുവാൾ. അദ്ദേഹത്തിൻ്റെ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായ ജ്യോതിഷമാണ്. കാരണം അദ്ദേഹം ഈ സാധാരണ ജ്യോത്സ്യന്മാരെ പോലെയുള്ള ഒരാളല്ല. വളരെ കൃത്യമായി എന്ത് പറയുന്നോ അത് സംഭവിക്കും എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്ന ഒരു ജ്യോതിഷനാണ്. ഏറെ ബഹുമാനിക്കപ്പെടുന്ന ജ്യോതിഷനാണ് പയ്യന്നൂർ പൊതുവാൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പറ്റി മുമ്പ് നമ്മുടെ മുൻ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കേസുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ട് സംഭവിച്ചപ്പോൾ പ്രതിയെ ഒരു തരത്തിൽ പിടിക്കാൻ പറ്റുന്നില്ല. ഒരു സഹകരണ ബാങ്കിൽ നടന്ന ഒരു മോഷണവുമായി ബന്ധപ്പെട്ട് അവരെ ഒരു തരത്തിലും പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് പോലീസിന് വലിയ പ്രഷർ വന്നു. സഹകരണ ബാങ്കാണ്, ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങളിൽ നിന്ന് വലിയ പ്രശ്നം വരും. ആ സമയത്ത് ഇവർ ഒരു രക്ഷയുമില്ലാതെ അവസാനം ചെന്ന് കണ്ടത് ഈ പറയുന്ന പൊതുവാൾ ജ്യോതിഷനായിരുന്നു. അദ്ദേഹം വളരെ കൃത്യമായി ഇത് വെച്ചതിന് ശേഷം പറഞ്ഞു, കള്ളൻ പുറത്തല്ല അകത്താണ്. അതുപോലെ തന്നെ ആ പരിസര പ്രദേശത്തുള്ള ഒരു ജലാശയത്തിൽ ഇത് ചാക്കിൽ കെട്ടിയ നിലയിൽ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പോലീസ് അതുമായി ബന്ധപ്പെട്ട് ആ സഹകരണ ബാങ്കിൻ്റെ പരിസര പ്രദേശത്തുള്ള ഒഴിഞ്ഞു കിടക്കുന്ന സകലമാന കിണറുകളും പിന്നെ അതുപോലെ തന്നെ ചതുപ്പും കുളങ്ങളും എല്ലാം പരിശോധിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. ആ സമയത്താണ് ഉൾഭാഗത്തുള്ള ഒരു ചതുപ്പ്, അതിനോട് ചേർന്നിട്ടുള്ള ഒരു ജലാശയം, ഒരു കുളമാണ്, പായലൊക്കെ ചേർന്നിരിക്കുന്ന ഒരു കുളമാണ്. അതിൽ മുങ്ങിത്തപ്പിയപ്പോൾ ചാക്കിൽ കെട്ടിയ നിലയിൽ ഈ പൈസയും സ്വർണ്ണവും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടെടുത്തത്. അങ്ങനെ കണ്ടെടുത്തതിന് ശേഷം ഇതാരാണ്, എവിടെ നിന്നാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ പറയുന്നത് പോലെ ഇവരെ അറസ്റ്റ് ചെയ്യുന്നൊരു ഘട്ടത്തിലേക്ക് എത്തിയത്. അപ്പോൾ അദ്ദേഹത്തെ പറ്റി വലിയ പ്രസിദ്ധമായൊരു കഥയാണത്. ഇതൊക്കെ കണ്ണൂരിലെ എല്ലാ സഖാക്കൾക്കും അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. പക്ഷെ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM വൈരുദ്ധ്യാത്മക ഭൗതികവാദ, കട്ടിച്ചാൽ പൊട്ടാത്ത പേരാണത്. ആ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അത് ഒരു തരത്തിലും ജ്യോതിഷന്മാർക്കോ അല്ലെങ്കിൽ അമ്പലത്തിലോ ഒക്കെ ഇവർ പോയി എന്നറിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും ഒരു CPM നേതാവ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ അത് ആ സമയം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ നേരെ ശബരിമലയിൽ പോകുന്നു. അവിടെ നിന്ന് ഇത് വാങ്ങണോ വേണ്ടയോ പ്രാർത്ഥിക്കണോ വേണ്ടയോ എന്നുള്ള നിലയിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്നത് കണ്ടു. ദേവസ്വം മന്ത്രിയാണ്, ആലോചിക്കണം. പക്ഷേ ഇതേ സാഹചര്യത്തിൽ നമ്മൾ ഇപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസിയായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള ഏതെങ്കിലും ഒരു CPM നേതാവ് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മളങ്ങനെ ട്രോളുന്നുണ്ടോ? ഏതെങ്കിലും ഒരു CPM നേതാവിന് പരാതി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. ഗണപതി മിത്തെന്ന് പറയുന്നവർ അപ്പുറത്തെ വശത്തുള്ള രണ്ട് വിശ്വാസികളുടെയും വിശ്വാസങ്ങളെ ഒന്നും പറഞ്ഞതുവരെ കേട്ടിട്ടില്ല. മാത്രമല്ല, ആരിഫ് ഹുസൈൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഗണപതി മിത്താണെന്ന് നിങ്ങൾ പറയുന്നു, അപ്പോൾ ഗണപതി മിത്താണെങ്കിൽ അള്ളാഹു മിത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരോട്? PP ചിത്തരഞ്ജനോട്, CPM-ന്റെ മുതിർന്ന നേതാവിനോട്. അദ്ദേഹം പറഞ്ഞത്, എനിക്കതറിയില്ല, മിത്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞ ആളോട് ചോദിക്കണം. അതെ, സ്പീക്കറാണെന്ന് തോന്നുന്നു. അതെ, സ്പീക്കർ M ഷംസീറാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ തരത്തിലാണ് ഇവരുടെ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഇതിലെ കോമഡി, ഞാൻ നേരത്തെ പറഞ്ഞു, കോമഡി വശം ഉണ്ട് എന്ന് പറയുന്നത്, പണ്ട് സന്ദേശം എന്ന് പറയുന്ന സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നുണ്ട്, താത്വികാചാര്യനായ കുമാരപിള്ള സാറോട് പറയുന്നുണ്ട്, പിന്നെ ദൈവമല്ല ഇതില്ല എന്നൊക്കെ പറയുക, തലയിൽ മുണ്ടിട്ട് അമ്പലത്തിൽ പോവുക. ഇത് തന്നെയാണ് CPM-ന്റെ ഒരു കൃത്യമായ നയം. സന്ദേശം സിനിമയെ വിമർശിച്ചുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഒരുപാട് സഖാക്കന്മാർ ഫേസ്ബുക്കിൽ എഴുത്തുകളുണ്ടായിരുന്നു. അത് ഈ ഇടതുപക്ഷത്തിനെ, കമ്മ്യൂണിസത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്ത, അതിൽ എല്ലാവരെയും അധിക്ഷേപിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും
പരിഹസിച്ചുകൊണ്ടുള്ളൊരു സിനിമയാണ്. ആലോചിക്കേണ്ടത് എത്ര വർഷങ്ങൾക്ക് മുൻപേ വന്ന സിനിമയാണ്. ആ സിനിമ ഇപ്പോൾ കാണുമ്പോഴും ഇപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇനി ഉള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇവർക്ക് സ്വയം ന്യായീകരിക്കാൻ വേണ്ടി ഇനി ഇതിനെ ഒരു ശാസ്ത്രീയ വശമുണ്ട് എന്ന് ഇവർക്ക് വാദിക്കാം. അതായത് കമ്പ്യൂട്ടർ വന്നപ്പോ എതിർത്തു, എന്തെല്ലാം പുച്ഛിച്ചെന്നറിഞ്ഞില്ലേ. ഇപ്പൊ AI വന്നപ്പോ ആദ്യം പുച്ഛിക്കുകയും പിന്നീട് ഇനി പുച്ഛിച്ചാൽ നമ്മൾ മറ്റേ പുരോഗമനത്തിനെതിരാവും എന്ന് പെട്ടെന്ന് മാറ്റുകയാണ് ഒരു ദിവസം. ഇപ്പൊ ഇതുപോലെ ഇനിയിപ്പോ ഇവർ മാറ്റും. ഇതൊരു ശാസ്ത്ര ശാഖയാണ്, ഇതിനെ നമ്മൾ പഠിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇനി ന്യായീകരണങ്ങൾ വരാൻ സാധ്യത ഉണ്ടായിരിക്കാം. കാരണം ഇവർക്കെല്ലാം പോയാലേ പറ്റുള്ളൂ. അതെ, കാരണം മാറി വരുമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ ജ്യോതിഷന്മാരുടെ അടുത്ത് പോകുമ്പോൾ മാത്രമാണ് ഇത്ര വിമർശനങ്ങൾ വരുന്നത് എന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. CPM-ന്റെ ഒരു പ്രമുഖ നേതാവ് ഈ പറയുന്നത് പോലെ പയ്യന്നൂരെ മാധവ പൊതുവാളിനെ കാണാൻ പോയി എന്നുള്ളതാണ് ഈ വിഷയം. പണ്ട് മുതലേ നമ്മൾ അറിയുന്ന കാര്യമാണ്. സ്വരാജിന്റെ മത്സര സമയത്ത് സ്വരാജിന്റെ ജാതകവും കൊണ്ടൊരു നേതാവ് ഇവിടെ പോയിരുന്നു. ഇപ്പൊ തുറന്നടിച്ചു പറഞ്ഞു സ്വരാജ് പൊട്ടും. അതിന് മുമ്പ് ശൈലജ ടീച്ചറുടെ വടകരയിൽ നിൽക്കുന്ന സമയത്ത് ശൈലജ ടീച്ചറുടെ സമയം നോക്കാൻ വേണ്ടിയും ഒരാൾ അവിടെ പോയി എന്നും ശൈലജ ടീച്ചറും പൊട്ടും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അനുഭവത്തിൽ അതെല്ലാം യാഥാർത്ഥ്യമായി മാറിയപ്പോൾ അവരും വിശ്വാസികളായി മാറിയതാണ്. വിശ്വസിക്കാതിരിക്കാൻ കഴിയോ? പൊട്ടിയില്ലേ? അതെ, പൊട്ടി. രണ്ടാളും പൊട്ടി. മാത്രമല്ല ഇവരുടെ ഈ പേഴ്സണൽ കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കണ്ണൂരിലെ ധാരാളം സഖാക്കൾ നിരന്തരം കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന പയ്യന്നൂർ പൊതുവാൾ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തെ വളരെ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും അദ്ദേഹത്തിന്റെ കൈവിൽ വളരെയധികം പിന്നെ അത്തരത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അല്ല, നമ്മളിപ്പോ ആ പോയതിനെ കുറ്റപ്പെടുത്തുകയല്ലോ, പോയത് തെറ്റായി പോയെന്നല്ലല്ലോ പറയുന്നത്. പക്ഷെ അത് പരസ്യമായി അംഗീകരിക്കാൻ ഇവർ തയ്യാറാകണം. അല്ല, ഇവരുടെ ഇരട്ടത്താപ്പാണ് ഈ കാര്യത്തിൽ നമ്മൾ പുറത്തു വരുന്നത്. കാരണം പരസ്യമായിട്ട് ഇവർക്ക് ദൈവവിശ്വാസവും ഇല്ല, അണികളാരും പോകാൻ പാടില്ല. പാവ അണികൾ അവരുടെ വിശ്വാസത്തിനെയും ബലി കഴിച്ച് എല്ലാവരുടെ ഉള്ളിലും ഈ വിശ്വാസമൊക്കെ ഉണ്ടാവും. ഈ നേതാക്കന്മാർ പറയുന്നത് കേട്ടുകൊണ്ടാണ് ഈ വീട്ടിൽ പോലും ഇവർ എതിർക്കുന്നത്. ഇതൊന്നും വേണ്ട കാര്യമല്ല, ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ഇവർ ഘോരം മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കുകയാണ് ഈ അണികൾ. ആ ഒരു ഇറിറ്റേഷനാണ്. ഞങ്ങൾക്ക് പോകാൻ പാടില്ല, നിങ്ങൾക്ക് പോകാമോ? അതുകൊണ്ടാണ് അവിടെ ആ ചോദ്യം വന്നത്. തീർച്ചയായിട്ടും. മാത്രമല്ല CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ള ഒരു സഖാവിന് ശബരിമലയ്ക്ക് മാലയിടാൻ പറ്റില്ല. പണ്ട് മാലയിട്ടത് കൊണ്ട് നിരന്തരം ബ്രാഞ്ചുകളിൽ വിശദീകരണം ചോദിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ ഉണ്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് ഗുരുവായൂർ പോലുള്ള ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റാതെ ഇരിക്കുന്ന ആളുകളുണ്ട്. ഗത്യന്തരമില്ലാത്ത ചോറൂണിന് മാത്രം ഒരു സഖാവ് എന്നോട് പറഞ്ഞത്, എനിക്ക് ഗുരുവായൂർ പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ എന്താ പോകാത്തത്? ബ്രാഞ്ച് കമ്മിറ്റി അംഗമല്ലേ, പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ പോയാൽ പറഞ്ഞു, രക്ഷയില്ലാതെ ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട്. അപ്പൊ എന്റെ കുഞ്ഞിന്റെ ചോറൂണിന് കുടുംബക്കാര് നിർബന്ധിച്ചത് കൊണ്ട് പോയതാണ്. അതൊരു ചടങ്ങാണ്. മീൻസ് ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല, പോയി എന്ന് പറയാം. അങ്ങനെ ഗത്യന്തരമില്ലാതെ നിൽക്കുന്ന സഖാക്കളുണ്ട്, ഗതികേടാണ്. അപ്പം പക്ഷെ നേരെ മറിച്ച് പള്ളിയിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ അതിനൊരു പ്രശ്നമില്ല, ഒരു വിഷയമില്ല. പക്ഷെ ഇതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു പ്രശ്നമില്ല. ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്ന പ്രശ്നമില്ല. ഇനിയിപ്പം നോമ്പ് എടുത്താൽ പ്രശ്നമില്ല. അങ്ങനത്തെ യാതൊരു CPM-ന് അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ അന്ന് നമ്മൾ നേരത്തെ സന്ദേശ സിനിമയെ പറ്റി പറഞ്ഞില്ലേ, അതില് ശ്രീനിവാസൻ എഴുതി വെച്ച ഓരോ കാര്യങ്ങളും സത്യമാണ് എന്ന് പിന്നീട് തെളിയിച്ചു. ഇപ്പൊ അടുത്തൊരു സമരം നടന്നപ്പോൾ ഒരു ഓഫീസിൽ കയറിയപ്പോൾ പോടേ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ഒരു ചങ്ങായി. അപ്പം അത് അതെ, അതിന് മുമ്പ് ഉദയഭാനു എന്ന് പറയുന്ന ആ കൃഷി ഓഫീസർ ഈ ജയറാമും പിന്നെ മമ്മൂക്കയും കൂടി പോയിട്ട് ഭീഷണിപ്പെടുന്ന ഒരു രംഗമുണ്ട്. ഇതൊക്കെ കൃത്യമായി മാറുന്ന ഒരു അവസ്ഥയാണ്. അഖിൽ മാരാറ് പുതിയ ഒരു സിനിമ എടുത്തിട്ടായിരുന്നു ഇപ്പം അടുത്ത്. അദ്ദേഹത്തിന്റെ സിനിമയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് ഈ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി എവിടെ പോകുന്നു, ജ്യോതിഷന്റെ അടുത്ത് പോകുന്നത് ആരോ ക്യാമറയിലെടുത്ത് പുറത്തു വിടുന്നു, ഇത് TV വരുന്നു, ഇത് വലിയ പ്രശ്നമാവുന്നു. അപ്പൊ അഖിൽ മാരാർ ഇന്ന് അത് വെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ സിനിമയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. അപ്പോൾ CPM-ന്റെ നേതാക്കന്മാർക്ക് ഇവിടെ എല്ലാം പോകാം, അണികൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. അണികളെ ഈ ഭൗതികവാദികളും ശാസ്ത്രവാദികളും ശാസ്ത്ര കുതുകികളും ഒക്കെയായി പുരോഗമനവാദികളൊക്കെയായി മാറ്റുകയും മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ പൂജയും ഗണപതി ഹോമവും ഒക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടുത്തെ പല CPM-ന്റെ നേതാക്കന്മാരുടെയും വീടുകളിൽ ഇത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മകൻ്റെ വീട്ടിലാണ് അത് നടന്നത്, മകൻ പെർട്ടിക്കുലർ വ്യക്തിയാണ്, വേറൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഒഴിവായ ചില സഖാക്കളെയും നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഇപ്പം അടുത്ത് ശത്രു സംഹാരത്തിന് വേണ്ടി പ്രസിദ്ധമായിട്ടുള്ള തമിഴ്നാട്ടിലെ ഒരു അമ്പലത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും കൂടെ പോയ ഒരു കാര്യം ഉണ്ടായിരുന്നു. അതും പുറത്തു വന്നത് മാധ്യമങ്ങളിലൂടെയല്ല, ഒരു ഓൺലൈൻ മീഡിയ
പ്രവർത്തക അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ കാര്യം പുറത്തറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാ തലത്തിലും ഇവർ പറ്റിക്കുകയാണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPM-ന്റെ സംസ്ഥാന സമിതിയിൽ ഇത് വലിയ വിമർശനമായി വന്നു. ഇതെന്താണ് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം, ഇങ്ങനെ പോകുന്നത് ശരിയാണോ, അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. എന്തായാലും CPM-ന്റെ നേതാക്കൾ ജ്യോതിഷന്മാരുടെ അടുത്ത് നിന്ന് പോകുന്നത് നിർത്തും എന്ന് ഞാൻ കരുതുന്നില്ല. ഇനി കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ട് രാത്രി കവടി നിരത്തില്ല, അതുകൊണ്ട് വിളിച്ചു പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഫോണിൽ കൂടിയൊക്കെ അറിയാനുള്ള വല്ല വഴികളും നോക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരുത്തൽ നടത്തുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പോവാതിരിക്കാൻ കഴിയില്ലല്ലോ, അവർ വിശ്വസിച്ച് പോയി. അതുകൊണ്ടാണല്ലോ ഇപ്പൊ വീണ്ടും വീണ്ടും പോകുന്നത്. പിന്നെ ഒരു കാര്യം, നേരത്തെ ഈ ഇടതുപക്ഷ അനുഭാവികളെ എല്ലാം സോഷ്യൽ മീഡിയ വിളിച്ചിരുന്നത് അടിമകളെന്ന് തന്നെയാണ്. കാരണം എന്ത് ആണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരു ട്രോള് കേട്ടിട്ടുള്ളത്, ഇപ്പൊ പിണറായി വിജയൻ അപ്പിയിട്ട് വെച്ചിട്ട് അത് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും, ഈ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ എല്ലാവരും പറയുന്നത് അത് സ്വർണ്ണമാണെന്ന് പറയും. അത്തരത്തിലുള്ള ഒരു അടിമകളാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പോ ആ അടിമത്തത്തിൽ നിന്ന് ചെറിയ മോചനം വന്നിട്ടുണ്ടാവും, അതുകൊണ്ടല്ലേ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നത് പിണറായി വിജയനാണെങ്കിൽ ചോദ്യം ചെയ്യപ്പെട്ടില്ല. പക്ഷെ അത് CPM-ന്റെ വേറൊരു മുതിർന്ന നേതാവായതുകൊണ്ടും അത്രമേൽ തലമുതിർന്ന വളരെ CPM-ന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവായതുകൊണ്ടുമാണ് ഇപ്പം ആ ചോദ്യം ചെയ്യൽ വന്നത്. വേറെ പിണറായി വിജയൻ അപ്പുറം വേറൊരു പാർട്ടി ഇല്ലല്ലോ. അപ്പോൾ അവിടത്തേക്ക് വരെ ചോദ്യം ചെയ്യാനുള്ള ഫലം നേതാവിന് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് നമുക്ക് ചോദ്യം ചെയ്യാം എന്നുള്ള നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും അണികൾ ചിന്തിക്കട്ടെ, തീരുമാനിക്കട്ടെ.